التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നദ ക്ലാസ് തുടരുകയാണ്. മുബ്തദ ഖബറിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നവാസിഖുൽ ഇബ്തിദാഇനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. നോക്കാം. ബാബുൻ, ഇതൊരു ബാബാണ്. ഫി സിക്രി നവാസിഖ്, നവാസിഖുകളെ പറയുന്നതിലുള്ള ബാബാണ്. അൻ നവാസിഖ്, നവാസിഖ് എന്ന് പറഞ്ഞാൽ ജംഉ നാസിഖിൻ, നാസിഖിൻ്റെ ജംഅ ആകുന്നു. വഹുവ, അത് ഫിൽ ലുഗ, ഭാഷയിൽ നാസിഖ് എന്ന് പറഞ്ഞാൽ മുസീൽ, നീക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. വഫിൽ ഇസ്തിലാഹി എന്ന ഇസ്തിലാഹിൽ അതിനെ ഉദ്ദേശിക്കുന്നത് അർ-റാഫിഉ, ഉയർത്തുന്നത് എന്നാണ്. ലിഹുക്മിൽ മുബ്തദഇ വൽ ഖബർ, ഖബറിൻ്റെയും മുബ്തദഇൻ്റെയും ഹുക്മിനെ ഉയർത്തുന്നത് എന്നാണ്. ഖുദരിയൊക്കെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വഹിയ, അതായത് ഇപ്പോൾ നവാസിഖുകൾ വരുന്നതിന് മുമ്പേ അപ്പോൾ മുബ്തദാക്ക് റഫ് കൊടുത്ത ആമിൽ മാനവിയായ ആമിലല്ലേ, മാനവിയായ ആമിലാണ്. ഇബ്തിദാഇ എന്ന മാനവിയായ ആമിലാണ് മുബ്തദാക്ക് റഫ് കൊടുത്തത്. ഖബറിന് റഫ് കൊടുക്കുന്നത് അസഹാഭിപ്രായമാണ് നമ്മൾ പറയുന്നത് മുബ്തദ. പക്ഷെ ഇവകൾ വരുന്നതോടുകൂടി പിന്നെ അതൊക്കെ മാറി. ഇവകൾ ഈ ലഫ്ലിയായ ഈ നവാസിഖുകൾ വരുന്നതോടുകൂടി മാനവിയായ ആമിലിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാറി. ഉദാഹരണം, ഇപ്പോൾ കാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ ആ മുബ്തദ അതിൻ്റെ ഇസ്മായി മാറും, ഖബർ ആ കാനൻ്റെതായി മാറും. അപ്പോൾ ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും കൊടുത്ത ആമിൽ കാനായി മാറും. ഇങ്ങനെയൊക്കെ വരും. ഉദാഹരണം പറഞ്ഞതാണ്. ഏതായാലും നോക്കാം. വഹിയ, ഇത് സലാസത്തു അൻവാഇൻ, ഈ നവാസിഖുകൾ 3 ടൈപ്പാണ്, 3 ഇനങ്ങളാണ്. അഹദുഹ, അതിലൊന്നാമത്തേത്. ആ 3 ടൈപ്പിൽ ഒന്നാമത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച തുടങ്ങുന്നത്. അതായത് ഏതാണ് അഹദുഹ എന്ന് പറഞ്ഞാൽ ഒന്നാണ് യർഫഉൽ മുബ്തദഅ, മുബ്തദഅ റഫ്ഉ ചെയ്യും, വയൻസിബുൽ ഖബർ, ഖബർ നസ്ബ് കൊടുക്കും. രണ്ടാമത്തേതിൻ്റെ വിശദമായ ചർച്ച കഴിഞ്ഞിട്ട് ഇന്ന അഖവാത്ത് വരും. മൂന്നാമത്തേത് സന്നാബാബ് വരും. ഇൻഷാ അല്ലാഹ് അത് വരും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത് നമുക്ക് നോക്കാം. വഹിയ, ഇത് സലാസത അശറ ഫിഅലൻ, 13 ഫിഅലുകളാണുള്ളത്. സമാനിയത്തുൻ, 8 മിൻഹ, ഈ 13 നിന്നുള്ള 8 തഅമലു ഹാദൽ അമല, ഈ അമൽ അത് ചെയ്യും, മിൻ ഗൈരി ഷർത്തിൻ, ഏതമല, ആ മുബ്തദഅ റഫ് ഖബർ നസ്ബ് പറഞ്ഞില്ലേ, മിൻ, ആ അമൽ മിൻ ഗൈരി ഷർത്തിൻ, ഒരു ഷർത്തും ഇല്ലാതെ ചെയ്യുന്നർത്ഥം. വഹി, അതേതൊക്കെയാണ്? കാന വ അംസ വ അസ്ബഹ വ അദ്ഹ വ ളല്ല വ ബാത വ സ്വാറ വ ലൈസ, മകളാണത്. ഇതാണ് 8. ഇതിന് പ്രത്യേകം ഷർത്തൊന്നുമില്ല. വ അർബഅതും മിൻഹ, അത് ഇവയിൽ നിന്ന് 4 തഅമലു ഹാദൽ അമല, ഈ അമലി ചെയ്യുക, ബിശർത്തി തഖദ്ദുമി നഫിയിൻ ഔ നഹിയിൻ ഔ ദുആ. ഇനി പറയാൻ പോകുന്ന 8 13 ടോട്ടൽ പറഞ്ഞത്. 8 നമ്മൾ പറഞ്ഞു, ഒരു ഷർത്തും വേണ്ട. പിന്നത്തെ നമ്മൾ 4 പറയുന്നത് ഈ അമൽ ചെയ്യുക, അതിന് ഷർത്തുണ്ട്. തഖദ്ദുമി നഫീൻ, മാഖബിൽ നഫി മുൻകടക്കണം, അല്ല നഹി വേണം, ഔ ദുആ വേണം. നഹി ദുആക്ക് ലിശ്ബിഹി നഫീൻ എന്ന് പറയും. അപ്പോൾ ഇത് മുൻകടക്കണം. അപ്പോൾ 12 ആയില്ലേ. അപ്പോൾ 1 പിന്നെ ഏതാ? മാദാമ, മസ്തരിയായ സർഫിൻ്റെ മുൻകടക്കുക, അത് അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 13. അതേതൊക്കെ? വഹിയ, ഈ 4 ഏതൊക്കെ? മാസാല, മംഫക്ക, മാഫത്തിഅ വമാ ബരിഹ, വകളാണ്. അപ്പോൾ ഫന്നഫിയു, നഫീക്ക് ഉദാഹരണം പറയാണ്. നഹവു ലാ യസാലൂന മുഖ്തലിഫീൻ, ഖുർആൻ പറഞ്ഞല്ലോ, അവർ ഇഖ്തിലാഫിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ലാ യസാലൂന, ലാ മുൻ കടന്നിട്ടുണ്ട് ഇവിടെ. നമ്മളത് അൽഫിയയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാല യസാലു ആണ് ഇതിൽ വരിക. സാല യസീലും ഉണ്ട്, സാല യസൂലും ഉണ്ട്. അതല്ല, ആ സാല യസീലും യസൂലും താമാണ്. യസീലു മുത്തദ്ദിൽക്ക് ഒരു മുത്തദ്ദിയാണ്, വേർതിരിച്ചുവിൻ്റെ മാന, മാസൻ്റെ മാനയാണ്. മറ്റേത് യസൂലു ഇന്തക്കലൻ്റെ മാനയാണ്. അത് രണ്ടും താമാണ്. ഇവിടെ യസൂലു യസീലു അല്ല, യസാലു ആണ്, ശ്രദ്ധിക്കുക. ഇനി ഇവകളുടെയൊക്കെ മാന അറിയാം. ഇവകളുടെ മാന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താമായിട്ട് പറയുമ്പോൾ അംസ, അസ്ബഹ, അദ്ഹ എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ദഖല ഫിൽ മസാ, ദഖല ഫിൽ സബാഹ്, ഇങ്ങനെ പറയും. സല്ല എന്ന് പറഞ്ഞാൽ അഖാമ നഹാറൻ, വാത്ത
അക്കാമലയിലും രാത്രി രാപ്പാർത്തു രാത്രി നിലകൊണ്ടു ആ നിലക്കാണ് താമായിട്ട് പറയുക. അപ്പോൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചു, രാവിലെ പ്രവേശിച്ചു, ദുഹാ സമയത്ത് പ്രവേശിച്ചു, ഇങ്ങനെ പറയും. പക്ഷെ നാക്കിസായ മാനെന്താ ഇത്തിസാഫു ഇബ്നു അഖിലൊക്കെ പറഞ്ഞത് ഇത്തിസാഫുൽ മുഖ്ബരി അൻഹു ബിൽ ഖബരി. പിന്നെ നമ്മൾ ഏത് സമയമാണോ പറയുന്നത്, അംസാന മസാഅൻ, അസ്ബഹാന സബാഹൻ, അങ്ങനെ വെക്കുക. അപ്പോൾ അതായത് ആ ഖബറിനോട് കൂടെ ആ മുഖ്ബർ അൻഹുണ്ടല്ലോ, അതിനകത്തൊട്ടാണ് ഖബർ പറയുന്നത്. അപ്പോൾ അസ്ബഹൽ ശേഷമാണ് അതിൻ്റെ ഇസ്മ. അപ്പോൾ അത് ആ ഖബറിനോട് കൂടെ ആ സമയത്ത് ആയിത്തീരുക, ഇത്തിസാഫ മുത്തസിഫാവുക. ഇപ്പോൾ അസ്ബഹ മുഹമ്മദുൻ മരീബൻ, മുഹമ്മദ് ആ മരീദ് എന്ന ആ രോഗം എന്നത് എന്താ സബാഹിലുണ്ടായി, അങ്ങനെ മുഹമ്മദ് രാവിലെ രോഗിയായി തീർന്നു. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉദാഹരണം വെക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ കാനൻ്റെ താമിൻ്റെ മേന ഹസ ഉണ്ടായി എന്ന മേനൊക്കെ പറയും, ഹസ്വല താമിൻ്റെ മേന. പക്ഷെ അല്ലാതെ അത് വരും പിന്നെ ഓരോന്നിൻ്റെ. ഇപ്പോൾ ജാലൻ്റെ മേന ഇംഫസല, അതൊക്കെ അൽഫിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ മേനാണ് ഇൻഫക്ക ഫത്തി ആ ബരിഹാക്കൊക്കെ എന്ത് ജാലൻ്റെ മേന ഇംഫസല. പക്ഷേ അതായത് നമ്മൾ നാക്കിസായിട്ട് വരുമ്പോൾ പറയും ഇൻഷാ അല്ലാഹ്, അതിൻ്റെ മുമ്പിൽ മാ മുൻകടക്കണമല്ലോ. അപ്പോൾ ആയിക്കൊണ്ടേയിരിക്കുക, മാസാലൻ്റെ മകനായിരിക്കും. മംഫക്ക മാ ഫത്തി ആ മാ ബരിഹ എന്ന് പറയുമ്പോൾ അവിടെ നാക്കിസാകുമ്പോൾ ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള മകന. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫന്നഫീൻ ഉദാഹരണം പറഞ്ഞു. ഇനി ഒരു ഉദാഹരണം കൂടി കൊടുക്കുകയാണ്. ലന്ന ബുറഹ അലൈഹി ആക്കിഫീന, മൂസാ നബിൻ്റെ ഖൗമ് പറഞ്ഞാണല്ലോ, ഞങ്ങൾ അതിൻ്റെ മേൽ ഇബാദത്ത് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിന് വേണ്ടി ലന്ന ബുറഹ ലന്ന് വന്നിട്ടുണ്ട്, അതാണ് ഉദാഹരണം. അതിന് വൻ നഹിയു നഫീക്ക് മനസ്സിലായാലോ, ലാ യസാലു ലന്ന് വന്നു. ഇനി വൻ നഹിയു നഹീക്ക് ഖൗലിഹി അള്ളാഹുവിൻ്റെ അല അഫ്വൻ ഷായറുടെ ഖൗല് പോലെ. ഏതാ നമുക്ക് നോക്കാം. ഇത് ആരാ പറഞ്ഞതിന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ പറയുന്നത് ഷിബ്ഹ് നഫീക്കാട്ടോ. ഇപ്പം നഫീക്ക് പറഞ്ഞു, ഇനി ഷിബ്ഹ് നഫി. ഷിബ്ഹ് നഫി എന്ന് പറഞ്ഞാൽ നഹിയും ദുആ, അതിന് നഹീക്കാ പറയും, നോക്കിക്കോളി. സ്വാഹി ശമ്മിർ വലാ തസൽ ദാക്കിറൽ മൗതി ഫനിസിയാനുഹു ദലാലും മുബീനു. സ്വാഹിബി യാ സ്വാഹിബീന മുനാദ നിദാൻ്റെ ഹർഫ് കളഞ്ഞു. യാ സ്വാഹിബി അവിടെ മുനാദ മുറഹമാണ്. ഇത് ഗൈർ ഖിയാസാണ്, കാരണം അലമല്ലല്ലോ. അപ്പോൾ ഇത് ഗൈർ ഖിയാസ് എന്ന നിലയ്ക്ക് വെക്കണം. അപ്പോൾ നീറാവ് പറയും എങ്ങനെ, മുത്തക്കല്ലിമിൽക്ക് ഇദാഫത്തല്ലേ, മൻസൂബാണ്. നസ്ബിൻ്റെ അലാമത്ത് എങ്ങനെ, ഫത്ഹത്തുൽ മുഖദ്ദറത്തു അലാമ ഖബ്ല യാ ഇൽ മുത്തക്കല്ലിം എന്ന് വെക്കണം. പിന്നെ എന്താ അർത്ഥം? എൻ്റെ കൂട്ടുകാരാ ഷമ്മിർ, ഷമ്മിർ നീ ഉത്സാഹിച്ചോ, നീ എന്ത് ചെയ്തോ, ഉത്സാഹിച്ചോ. വലാ തസൽ ഉണ്ടാവും, വലാ തസൽ നീ ആയിക്കൊണ്ടേയിരുന്നോ, ദാക്കിറൽ മൗത്തി മരണത്തെ ഓർക്കുന്നവനായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ലാ വന്നിട്ടുണ്ട്, നഹിയാണ്, കണ്ട ലാ തസൽ. അപ്പോൾ ലാ തസൽ നീ ദാക്കിറൽ മൗത്തി മരണത്തെ ഓർക്കുന്നവനായിക്കൊണ്ടിരിക്കുക. ഫനിസിയാനുഹു കാരണം ആ മരണത്തെ ഓർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബലാലും മുബീനും വ്യക്തമായ വഴികേടാകുന്നു എന്നാണ്. അപ്പം നമുക്ക് എന്താ അവിടെ ഷാഹിദി തെളിവ്? വലാ തസൽ ഉണ്ടോ, തസൽ അത് കാനൻ്റെ ആമല് ചെയ്തു, മാക്കബിൽ നഹി വന്നു ല ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ഇസ്മു ദമീറാണ്, സാക്കിർ അതിൻ്റെ ഖബർ. അപ്പോൾ വാദിഹല്ലോ. ഇനി ദുആ അതിന് ഉദാഹരണം നോക്കിക്ക കൗലിഹി ഷായറിൻ്റെ കൗല്. ദുആക്ക് ഷായറിൻ്റെ കൗല്. ഇത് പറയുന്ന ഷായർ ഇബ്നു ഉഖബ, അദ്ദേഹം പറയാ എന്താ നോക്കി, അലാ യസ്ലമി യാ ദാറ മയ്യ അലൽ ബില വലാ സാല മുൻഹല്ലം ബിജറാഇകിൽ ഖത്റു. അലാ അറിയണേ, യാ അവിടെ ഒരു മുനാദ മഹ്ദൂഫ, യാ ഹാദിഹി ഏ ഇസ്ലമി രക്ഷപ്പെട്ടുകൊള്ളുക, രക്ഷപ്പെടട്ടെ. ദുആ ആണല്ലോ, ദുആൻ്റെ മാനാണ്, ദുആക്കാണ്. രക്ഷപ്പെടട്ടെ യാദാറ മയ്യ, മയ്യ എന്ന സ്ത്രീയുടെ വീടേ, നീ രക്ഷപ്പെടട്ടെ. അലൽ ബിലോ ഞുരുമ്പിപ്പോകുന്നതിൽ നിന്നും ജീർണിക്കുന്നതിൽ നിന്നും നീ രക്ഷപ്പെടട്ടെ. വലാസാല ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. മുൻഹല്ലൻ കുത്തിച്ചൊരിയുന്നതായിക്കൊണ്ടിരിക്കട്ടെ. ബിജറായിക്കതിൻ്റെ മുറ്റത്തിൽ ഖത്റു മഴ കുത്തിച്ചൊരിയുന്നതായിക്കൊണ്ടിരിക്കട്ടെ എന്നാ. അല്ല അവിടെ ദുആൻ്റെ മാനാക്ക, അത് നമുക്ക് തെളിവ് ഉണ്ടാവും. വലാസാല കണ്ടോ, കാനൻ്റെ അമല് ചെയ്തു,
ലാ ദുആഇയ്യ മാ ഖബൽ വന്നു, വലാസാല അതിൻ്റെ ഇസ്മിതാണ്, ഇസ്മേതാ വലാസാലൽ ഖത്റു മുൻഹല്ലൻ, മുൻഹല്ലൻ്റെ ഖബറ, മനസ്സിലായില്ലേ? ബിജർആക്ക അതിൻ്റെ മുതാല്ലക്ക് മുൻഹല്ലൻ എന്നുള്ളതാണ്. വാദിഹാണല്ലോ. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഷാഹിദ് കിട്ടിയ വലാസാല. അപ്പോൾ കാനിൻ്റെ അമൽ ചെയ്തു. അപ്പോൾ അവിടെ ഇറാബ് വാദിഹാണല്ലോ. അല്ലാന്നുള്ളത് ഇസ്തിഫ്താഹ് തംബീഹിൻ്റെ അദാത്താണ്. യാ ഹർഫിന് ഇതാ മുനാദ മഹദൂ വെക്കണം, യാ ഹാദിഹി. ഇനി അല്ലെങ്കിൽ ആ യാ നമുക്ക് തംബീഹിൻ്റെ അലാന തൂക്കിയതിനെ തംബീഹിൻ്റെ ഹർഫാക്കാം, അങ്ങനെ പറ്റൂ. ബാക്കിയൊക്കെ പിന്നെ വാദിഹാണ് അങ്ങനെ. അപ്പം നമുക്ക് അവിടെ തെളിവ് കിട്ടിയതായാലും ഇനി 12 13 നോക്കി വാഹിദു മിൻഹ 13 തഅമലു ഹാസൽ അമല ഈ അമൽ ചെയ്യുക ബിശർത്തി തഖദ്ദുമി മൽ മസ്തരിയത്തി സർഫിയായ മസ്തരിയായ മാ മുൻകടക്കുക എന്ന ഷർത്തോടു കൂടെയാണ്. അപ്പം മസ്തരി മാത്രമായാലും പോരാ, സർഫിയും കൂടി ആവണം. അപ്പോൾ അമൽ ചെയ്യുക. വഹുവ നോക്കി ആയിരിക്കുന്ന കാലത്തോളം എന്ന് പറയില്ല നമ്മൾ, വഹുവ മാദാമയാണത്. കൗലിക്ക നിൻ്റെ കൗല് പോലെ എന്താ, സഹിബ്തുക മാദാമ സൈദുൻ ഖനിയ, സഹിബ്തുക നിന്നോട് ഞാൻ സഹവസിക്കും, മാദാമ സൈദുൻ ഖനിയ സെയ്ദ് ഖനിയാകുന്ന കാലം അത്രയും, കേട്ടോ, സെയ്ദ് ഖനിയാകുന്ന കാലത്തോളം നിന്നോട് ഞാൻ സഹവസിക്കുന്ന. മാദാമ അമൽ ചെയ്തിട്ടുണ്ട്. മാദാമൻ്റെ ഇസ്മാണ് സെയ്ദ്, അതിൻ്റെ ഖബറാണ് ഖനിയൻ, മനസ്സിലായോ? അതേപോലെ തന്നെ ഖൗലിഹി തആല അല്ലാഹുവിൻ്റെ ഖൗല് വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തു നിസ്കാരം കൊണ്ടും സ്വലാത്തു കൊണ്ടും സക്കാത്തും മാ ദുംതു ഹയ്യ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും, അഥവാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കാനും സക്കാത്തിനും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തു എന്നാ. കണ്ടോ? അപ്പോൾ നമ്മൾ തെവീൽ ചെയ്യണം. മാ മസ്തരിയ മാമ്പ മുദ്ദത്ത് തെവീലെടുക്കണം, ദാമ ദവാം എടുക്കൂ. അപ്പോൾ ഈ മുദ്ദത്തെ ദവാമി ഹയ്യാന്ന് തഖ്ദീർ ചെയ്യുക. ഇത് നോക്കിക്കോളി, ഫയർഫഅന ഹാദിഹിൽ അഫ്ആലു ഈ ഫിഅലുകൾ റഫ് ചെയ്യും, വമാ യതസറഫു മിൻഹാ അതിൽ നിന്ന് സർഫായി വരുന്നതും. അത് സർഫായി വരാറിയുമ്പോൾ എല്ലാത്തിൻ്റെ ഉൾപ്പെടൂല, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ശേഷം വരും. വരുന്ന ഇതില്ലെങ്കിലും അൽഫിയിൽ വന്നിട്ടുണ്ട്. അൽഫിയിൽ അവിടെ പറഞ്ഞു, ഇബ്നു മാലിക് പറഞ്ഞല്ലോ, വഗൈറു മാദിൻ മിസ്ലഹു ഖദ് ആമില ഇൻ കാന ഗൈറുൽ മാദി മിൻഹു ഇസ്തുഅമില. മാദി അല്ലാത്തതാകുന്നത് മാദിയെപ്പോലെ തന്നെ അമൽ ചെയ്യും, അതിൽ നിന്ന് ആ മാദി അല്ലാത്തത് ഇസ്തിഅമാൽ ഉണ്ടെങ്കിലാ. അപ്പോൾ മാദി അല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും മനസ്സിലാക്കണം നമ്മൾ. മുദാരി ഉണ്ടാവും, അംർ ഉണ്ടാവും, മസ്ദർ ഉണ്ടാവും, മനസ്സിലായി? ഇസ്മു ഫായിൽ വസ്ഫ് ഇസ്മു ഫായിൽ, ഇസ്മു മഫ്ഊൽ ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിയേക്കണം. നാഖിസിന് ഇസ്മു മഫ്ഊൽ ഇല്ല. അതന്നെ എല്ലാത്തിലും ഇല്ലട്ടോ, അല്ലാത്തതുണ്ട് ചിലത്. അതൊക്കെ അൽഫിൽ അവിടെ പറയുന്നുണ്ട്. ലൈസ, ലൈസ ആകെ ഉപയോഗിക്കുക മാദി 14 സീഖല്ലേ, അതിൻ്റെ അപ്പുറമല്ല ലൈസ, ജാമിദാണ്. അതുകൊണ്ട് ദാമി അങ്ങനെ തന്നെയാണ്. ഫർറ ഇമാമിൻ്റെ അടുക്കലും അക്സർ മുത്തഅഖിരീങ്ങളായ അക്സറിൻ്റെ അടുക്കലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചിലത് എന്താ അമ്രും മസ്തറും ഉപയോഗിക്കൂല. സാല, അസാല അതിൻ്റെ അഖ്വാത്തുകൾ മാസാല, മാ ബരിഹ, മാ ഫത്തിഹ, ഫത്തിഹ, മംഫക്ക, അതാണ് അതിൻ്റെ അഖ്വാത്ത്. അതിലും അത് അമ്രും മസ്തറും ഉപയോഗിക്കൂല. അതേപോലെ തന്നെ പിന്നെ അഭിപ്രായം അതാണ് ആ വിഷയത്തിലുള്ളത്. പിന്നെ ദാമൻ്റെത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അക്ദമീങ്ങൾക്കെടുക്കലും മുത്തഅഖിരീങ്ങളെടുക്കലും. ഇൻഷാ അല്ലാഹ് അതൊക്കെ അൽഫിയിലുണ്ട്, അവിടെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് ചുരുക്കി എത്ര മനസ്സിലാക്കുക, അതാണ് വമാ യതസറഫു മിൻഹാർന. അപ്പോൾ ഏതൊക്കെ ഉൾപ്പെടും മനസ്സിലാക്കുക. പിന്നെ അൽ ഫയർഫഅന എന്ന് പറഞ്ഞാൽ ഹാദിഹിൽ അഫ്ആൽ ഈ ഫീലുകൾ വമാ യതസറഫു മിൻ ഹാദിൽ സർഫായി വരുന്നതും എന്ന് പറഞ്ഞാൽ മുദാരി, അംർ, മസ്തർ, വസ്ഫിൽ, ഇസ്മു ഫായിൽ. ഇസ്മു മഫ്ഊൽ ഉണ്ടാവില്ല. ലൈസന്നെ പിന്നെ മാദിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സാല അതിൽ അമ്രും മസ്തറും ഇല്ല. ഒക്കെ നമ്മൾ പറഞ്ഞ് അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ ഇവകളൊക്കെ എന്താ ചെയ്യുക, റഫ് ചെയ്യാൽ മുബ്തദഇന് എങ്ങനെ തശ്ബീഹൻ ബിൽ ഫായിലി, ഫായിലിനോട് തശ്ബീഹാക്കിക്കൊണ്ട. വയുസമ്മ അപ്പോൾ അതിന് പറയപ്പെടും ഇസ്മൽ ലഹുന്ന അവകളുടെ പറഞ്ഞ ഈ സാധനങ്ങളുടെ അല്ല നവാസിഹുകളുടെ ഇസ്മെന്ന് പറയും കാന അഖ്വാത്തിൻ്റെ. വയൻസിബ്നൽ ഖബർ അവകൾ ഖബറിന് നസ്ബ് കൊടുക്കും. അതെങ്ങനെ തശ്ബീഹൻ ബിൽ മഫ്ഊലിനോട് തശ്ബീഹാക്കിക്കൊണ്ട്. വയുസമ്മ അവയെ പേര് പറയപ്പെടും ഖബർ ലഹുന്ന ഇവകളുടെ ഖബർ എന്ന് പറയപ്പെടും. വയുസമ്മ പേര് പറയപ്പെടും ഇവയെ ഖബർ ലഹുന്ന എന്ന് പറയും.
വയുസമ്മ എന്നുള്ളത് മുബ്തദിൽ യുസമ്മ, അപ്പം ആ മുബ്തദിനെ പേര് പറയപ്പെടും, വിളിക്കപ്പെടും ഇസ്മൻ ലഹുന്നവകളുടെ അനൊച്ചൈ. ഇനി വയൻസിബ്നൽ ഖബറ, ഖബറിന് വയൻസിബിനൽ ഖബറിന് ഖബർ നമ്മൾ വയൻസിബിനൽ ഖബറിന് നസ്ബും ചെയ്യും ഇവകൾ തസ്ബീഹം ബിൽ മഫ്ഊലി, മഫ്ഊലിനോട് തസ്ബീഹാക്കിക്കൊണ്ട് പറഞ്ഞു. വൈസമ്മ ഇവിടെ അപ്പോൾ അതിന് ആ ഖബറിനെ പറയപ്പെടും ഖബർ അല്ലഹുന്ന, ഇവകൾക്കുള്ള ഖബർ എന്ന് പറയപ്പെടും. നഹ്വതുപോലെ വക്കാന റബ്ബുക ഖദീറാൻ, എന്താ അപ്പം അങ്ങനെ ഇറാ പറയുക റബ്ബു ഖാനൻ്റെ ഇസ്മ എന്നറിയാം, ഖദീറ ഖാനൻ്റെ ഖബർ എന്നറിയാം. അതിനറിയാം. ഇനി വല്ല അസ്ലാകുന്നത് ഫി ഹാദൽ ബാബ്, ഈ ബാബുള്ള അസ്ലാകുന്നത് യതഅഖറൽ ഖബർ, ഖബർ പിന്തലാകുന്നു അനിൽ ഇസ്മി ഇസ്മിനെ തൊട്ട്. വല്ലസ്ലു ഫിൽ അഖ്ബാരി അൻ തുഅഖറ എന്ന് ഇബ്തിദാഇന്റെ ബാബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാ പറഞ്ഞത് കമാ ഫി ബാബിൽ മുബ്തദാന്റെ ബാബിലുള്ളത് പോലെ തന്നെ ഇവിടെ ഇസ്മിനെ തൊട്ട് ഖബർ പിന്തലാണ്. അപ്പം അതാണ് അസ്ലി മുബ്തദാന്റെ ബാബുള്ളത് പോലെ തന്നെ. ഇനി എന്നാൽ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വലാക്കിൻ പക്ഷേ ഖദിയത വസ്വത്തുൽ ഖബർ, ഖബർ മധ്യത്തിലായി വരും ആ ഫീൽഡിലെ ഇസ്മിൻ്റെ ഇടയിൽ, അഥവാ ബൈനൽ ഇസ്മി വൽ ഫീൽഡ്, ഫീൽഡിലെ ഇസ്മിൻ്റെയും ഇടയിലായിരിക്കും എന്നർത്ഥം. നഹ്വ ഇതുപോലെ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീന. ഇവിടെ ഇത് സൂറത്തു റൂമിലെ 47-ാമത്തെ ആയത്ത്, 47-ാമത്തെ ആയത്ത് വക്കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. ഇവിടെ ഇപ്പം എന്താ നമുക്ക് തെളിവ് നോക്കി നിങ്ങൾ. വക്കാന വാവ് ആതുഫ്, കാന ഫീലു മാദി നാഖിസ്, ഹക്കൻ കണ്ടോ, കാനൻ്റെ ഖബർ മുഖദ്ദമാണ് കണ്ടോ. അലൈന എന്നല്ല പിന്നെ അതിൻ്റെ മുത്താലക്ക് ഹക്കൻ എന്നുള്ളതാണ്, നസ്രു എന്നുള്ളതാണ് കാനൻ്റെ ഇസ്മ കണ്ടോ. അപ്പം എന്താ ഇസ്മിൻ്റെയും ആ ഫീൽഡിൻ്റെ ഇടയിലായിട്ട് മധ്യത്തിലായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമുക്കവിടെ തെളിവ്. ഇനി മറ്റൊന്ന് നോക്കി വഖൗലുഹു, ഷായറിൻ്റെ കൗല് സലി ഇൻ ജഹിൽത്തിൻ നാസ അന്നാ വഅൻഹുമു ഫലൈസ സവാഅൻ ആലിമുൻ വജഹൂലുൻ. ആരാണ് പറഞ്ഞ ആൾ നോക്കാം. യഹൂദിയായ ജാഹിലിയായ ഒരു ഷായറാണ് ഇബ്നു ഗരീബ്. എന്താ പറഞ്ഞത്? സലി, നീ ചോദിക്ക ഇൻ ജഹിൽത്തി, എനിക്ക് അറിവില്ലെങ്കിൽ നീ ചോദിക്കുക അന്നാസ ജനങ്ങളോട്, അന്നാ നമ്മെ തൊട്ടു, വാൻഹും അവരെ തൊട്ടും. ഫലൈസ സവാഅൻ സമമല്ല, ആലിമുൻ വജഹൂലു, ആലിം അറിവുള്ളവനും വിവരമില്ലാത്തവനും സവാ അല്ല, സമമല്ല എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ലൈസാൻ്റെ അതിൻ്റെ ഇസ്മിൻ്റെ ഇടയിൽ മധ്യത്തിൽ തവസ്സുത്തില ഖബർ വന്ന് സവാഅൻ, അതാണ് അതിന് തെളിവ്. കണ്ടില്ലേ? എന്നാൽ ഈ ലൈസൻ്റെ ഖബറിനെ മുന്തുന്നത് തടഞ്ഞ ചില ടീമുണ്ട്. ഇബ്നു ദറസ്തവൈഹിയൊക്കെ ആ അഭിപ്രായമാണ്. പക്ഷേ അതിന് ഈ കവിത കൊണ്ട് തന്നെ നഹ്വിങ്ങൾ റദ്ദ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈസ ഇവിടെ ഇടയിൽ തന്നെ വന്നല്ലോ, അത് റദ്ദ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദാമൻ്റെ പറ്റൂല എന്ന ഇബ്നു മൂത്തിക്ക് ഒരു അഭിപ്രായമുണ്ട്. അതിനൊക്കെ ഷീർ കൊണ്ട് തന്നെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. ലാത്തീബ ലിൽ ഐഷി മാദാമത്ത് മുനഗസതൻ, അവിടെ പറയാം, അവിടെ മുനഗസതൻ ലദ്ദാതുഹു ബിദ്ദികാരിൽ മൗതി വൽ ഹറമി. അത് അൽഫിയിലൊക്കെ അവിടെ ഷറഹ് പറഞ്ഞിട്ടുണ്ട്. എന്താ ലാത്തീബ ലിൽ ഐഷി, ജീവിതത്തിനൊരു ആനന്ദവുമില്ല. മാദാമത്ത് മുനഗസതൻ ലദ്ദാതുഹു അല്ല, ദാമൻ്റെ ലദ്ദാതുഹു എന്നുള്ളതിൻ്റെ ഇസ്മിൻ്റെ ഇടയിൽ ഖബർ മുന്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താ മാദാമത്ത് മുനഗസതൻ ലദ്ദാതുഹു ബിദ്ദിക്കാരിൽ മൗതി വൽ ഹറമി, വാർദ്ധക്യത്തെയും മരണത്തെയും സ്മരിക്കൽ കൊണ്ട് എന്താ അതിൻ്റെ രുചികൾ, ജീവിതത്തിൻ്റെ രുചികൾ തൊണ്ടയിൽ കെട്ടിയതാകുന്ന കാലത്തോളം എന്താ ആയുസിന്, ജീവിതത്തിനൊരു ആനന്ദവുമില്ലാതാണ്. അപ്പം മുനഗസ എന്ന ഖബർ എന്തിട്ടുണ്ട്, അതിനെക്കാട്ടി മുന്തിന് ഇസ്മിനെക്കാട്ടി ലദ്ദാത്തു എന്ന ഇസ്മിനെക്കാട്ടി മുന്തി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇബ്നു മൂത്തിക്ക് മറുപടി പറഞ്ഞു. അത് അൽഫിയിൽ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കാം. വഖദ് യതഖദ്ദമുൽ ഖബർ, ചിലപ്പോൾ ഖബർ തന്നെ മുന്തും അലൽ ഫിഅലി വൽ വസ്മിഹി, അത് ഫീലിനെക്കാട്ടും അതിൻ്റെ ഇസ്മിനെക്കാട്ടിലും മുന്തിയിട്ട് മൂപ്പര് ഒരു ഖബർ അലല്ല അസഹ അഭിപ്രായത്തിൽ. ദലീൽ കൊണ്ടാണ്. അയ്യതാ ദലീൽ
അഹാഉലാഇ ഇയ്യാക്കും കാനൂ യഅ്ബുദൂന. കണ്ടാ, അപ്പോൾ ഇവിടെ ഇയ്യാക്കും എന്നുള്ളത് മഫ്ഊലു യഅ്ബുദൂൻ എന്നുള്ളതിൻ്റെ മഫ്ഊലാണല്ലോ. ഇയ്യാക്കും എന്നുള്ളത് യഅ്ബുദൂൻ എന്ന ആ ഖബറിൻ്റെ മഫ്ഊലാണ് ഏത് ഇയ്യാക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ തെളിവ് പിടിച്ചു പറഞ്ഞാൽ വതഖദ്ദുമുൽ മഅമൂലി മഅമൂല് മുന്തുക എന്നുള്ളത് യുസിൻ അത് അറിയിക്കുന്നുണ്ട് ബി ജവാസി തഖദ്ദുമിൽ ആമില് മുന്ത എന്ന് അനുവദനീയമാണെന്നത് കൊണ്ട് അറിയിക്കുന്നുണ്ട്. മാമൂല് മുന്ത പറ്റിയ പിന്നെ അതിനെക്കാട്ടി അറിയാൻ ആമിലാണല്ലോ. അപ്പോൾ ആമില് മുന്ത എന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെളിവ് പിടിച്ചാണ് അവർ അങ്ങനെ പറയൽ. അപ്പോൾ അതാണ് ഈ തെളിവ് പിടിച്ചത്. എന്നാൽ എവിടെ ഒഴികെ ഇല്ല ഖബറ ലൈസ വ ദാമ, ദാമാൻ്റെയും ലൈസാൻ്റെയും ഖബറിനെ കൂടാതെ അത് മുന്താൻ പറ്റൂല എന്നാണ് പറയുന്നത്. ലൈസാൻ്റെ ഖബർ ലൈസനേക്കാളും ദാമൻ്റേത് ദാമനേക്കാളും മുന്താൻ പറ്റൂല. ദാമൻ്റെ അവിടെ വിശദീകരണം ഉണ്ട്, അത് നോക്കാൻ നമുക്ക് ഏതായാലും. അപ്പോൾ ഫല യജൂസ് അനുവദനീയമല്ല തഖദ്ദുമുഹു ആ ഖബർ മുന്തൽ അല മാദാമ എന്നുള്ളതിൻ്റെ മുമ്പ് മാദാമനെ മുന്തി വരാൻ പറ്റൂല. അത് ഇത്തിഫാക്ക. അതെന്താ കാരണം? അത് പിന്നെ എല്ലാം ഇത്തിഫാക്കുണ്ട്, പക്ഷെ ദാമന മാത്രമുള്ളതിൽ ഖിലാഫുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ലൈസൻ്റെ ദാമൻ്റെ ഖബർ മുന്താൻ പറ്റൂല അറിയുമ്പോൾ ദാമൻ്റേത് അവിടെ രണ്ട് ടൈപ്പ് വരും. ഇപ്പോൾ ദാമൻ്റെയും മാൻ്റെ ഇടയിൽ വരും, മാദാമൻ്റെയും മുന്തി വരിക. മാദാമൻ്റെയും മുന്തി വരൽ ഇത്തിഫാക്ക് കൊണ്ട് പറ്റൂല എന്നാണ്. ലിംതിൻ എന്താ കാരണം? ലിംതിനായി തഖദ്ദുമി മഅമൂലി സിലത്തിൽ ഹർഫിൽ മസ്തരിയായ ഹർഫിൻ്റെ സിലൻ്റെ മഅമൂല് മുന്തൽ തടസ്സമായ കാരണത്താൽ അലൈഹി ആ മസ്തരിയായ ഹർഫിനേക്കാളും. മനസ്സിലായി? ലിംതിനായി തഖദ്ദുമി തടസ്സമായ കാരണത്താൽ തഖദ്ദുമി മഅമൂലി സിലത്തിൽ ഹർഫിൽ മസ്തരിയായ ഹർഫിൻ്റെ സില, മസ്തരിയായ ഹർഫ് മൗസൂലായ ഹർഫുണ്ടല്ലോ, ഹർഫിയായ മൗസൂൽ. അപ്പോൾ മസ്തരിയായ ഹർഫിൻ്റെ സിലൻ്റെ മാമൂല് അലൈഹി ആ മസ്തരിയായ ഹർഫിനേക്കാളും മുന്താൻ പറ്റൂല. അതാ പറഞ്ഞത്. അതാണ് അടുത്തു കേട്ടോളി. മറ്റേ വല അല ദാമൻ്റെ വഹ്ദഹ, ദാമൻ്റെ മാത്രമായിട്ടും പറ്റൂല കേട്ടോ. ഇത് മാൻ്റെയും മാദാമുള്ളതിൻ്റെ മുമ്പിൽ ഇത്തിഫാക്കാണ്, പക്ഷെ ദാമ എന്നു മാൻ്റെ, അപ്പോൾ മാൻ്റെയും ദാമൻ്റെ ഇടയിലാണ് വരിക. അതാണ് വല അല ദാമ വഹ്ദഹ, ദാമൻ്റെ മാത്രമായിട്ടും മുന്താൻ പറ്റൂല എന്നാണ്. അത് ഖിലാഫുണ്ട്. കാരണം ഇവിടെ പറയുന്ന ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി പറയുന്നത് ഷർഹി കൊടുക്കുന്നു. ഇബ്നു ഹിഷാം അഭിപ്രായമാണ് തിരഞ്ഞെടുത്തത് ഷർഹിൽ. ലി അല്ലാ യൽസമൽ ഫസ്ല് ലാസിമാവാതിരിക്കാൻ വേണ്ടിയാണ് ബൈനൽ ഹർഫിൽ മസ്തരി വസുലത്തിഹി, മസ്തരിയായ ഹർഫിൻ്റെയും അതിൻ്റെ സിലയുടെയും ഇടയിൽ ഫസ്ൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. പക്ഷേ എങ്കിൽ നെഹ്വാനെ കൊണ്ട് നമ്മൾ അസ്ഹലാണല്ലോ, അസ്ഹൽ നോക്കുക പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ ഇബ്നു അഖീൽ റഹ്മഹുല്ല അവിടെ പറയുന്നുണ്ട്. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി ശറഹിൽ എന്താ അവിടെ അങ്ങനെ വിശദീകരിച്ചിട്ട് ലാ അസ്ഹബുക ഖായിമൻ മാദാമ സെയ്ദുൻ, അങ്ങനെ മാദാമൻ്റെയും മുന്തിയിട്ട് ഖായിമൻ ഖബർ വരിക പരിപാടി അത് പറ്റൂല എന്നിങ്ങനെ വിശദീകരിച്ച് പറയുക. ഫ മുസല്ലം അത് സമ്മതിക്കപ്പെടുന്ന കാര്യമാണ്, അത് ഇജ്മാ ഉള്ളതാണ്. അങ്ങനെ വിശദീകരിച്ചിട്ട് ഇബ്നു അഖീൽ പറയുന്നുണ്ട് വൈൻ അറാദ, അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്നഹും തീർച്ചയായും അവർ മനഉ തഖ്ദീമഹു അലാ ദാമ വഹദഹ, ദാമനെ മാത്രം തഖ്ദീം ചെയ്യൽ തടഞ്ഞു എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതുപോലെ ലാ അസ്ഹബുക മാ ഖായിമൻ ദാമ സെയ്ദുൻ, കണ്ടോ മാ ഖായിമൻ ദാമ, ദാമൻ്റെ മാൻ്റെ ഇടല വന്ന് മാനക്കട്ടി മുന്തിയില്ല ഖബർ. വാലാദാലിക്ക് അതിൻ്റെ മേലാണ് ഹമലഹു വലദുഹു, അദ്ദേഹത്തിൻ്റെ ഇബ്നു നാസിമിൻ്റെ മകന് വഹിച്ചിട്ടുള്ളത് ഫി ശറഹിഹി, അദ്ദേഹത്തിൻ്റെ ശറഹിൽ. അങ്ങനെ അതിലെന്ത് ഫഫീഹി നസറുണ്ട്, ദാമൻ്റെ മാത്രം മുന്താൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞല്ലോ വഫീ ജമീഇഹാ തവസ്സുതൽ ഖബർ അജിസ് വകുല്ലുൻ, എല്ലാവരും സബ്ഖഹു ആ ഖബർ മുന്തൽ ദാമയെ ഹദർ തടഞ്ഞു പറയുമ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടിയുണ്ട്. അങ്ങനത്തെ അതാണ് അവിടെ ഇബ്നു അഖീൽ പറയുന്നത്. മകനാ നിലക്കാ പോയിട്ടുള്ളത്. അപ്പോൾ അതിന് നസറുണ്ട്. മാദാമ മൊത്തത്തിൽ പറ്റൂല, ദാമന മാത്രം നസറുണ്ട്. വല്ലത് യസ്ഹറു, ഇബ്നു അഖീൽ പറയുന്നത് വല്ലത് യസ്ഹറു പ്രകടമാകുന്ന കാര്യം അന്നഹു ലാ യംതനിഉ തടയുന്നില്ല, തടസ്സമാവുന്നില്ല തഖ്ദീമു ഖബരി ദാമൻ്റെ ഖബർ അല ദാമ വഹദഹ, ദാമൻ്റെ മാത്രം മുന്ത എന്നുള്ളൊരു തടസ്സമില്ല എന്നാണ്. അപ്പോൾ മാൻ്റെ ദാമൻ്റെ ഇടയിൽ വരിക, അതിലൊരു തടസ്സമില്ല എന്നാണ്. അപ്പോൾ ഫതഖുൽ പറയും ലാ അസ്ഹബുക മാ ഖായിമൻ ദഅബ സെയ്ദുൻ, കണ്ടോ. അപ്പോൾ ദാമൻ്റെ മാത്രം മുന്തി, മാൻ്റെ മുന്താൻ പറ്റൂല നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഖബർ മുന്തി, കണ്ടോ. ഇതുപോലെ കമാ തഖൂലു ലാ അസ്ഹബുക മാ സെയ്ദൻ
കല്ലംത എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഏതായാലും ഇബ്നാക്കിലിൻ്റെ ഉദ്ധരണിന് ഇബ്നാക്കിലൊക്കെ പറ്റുന്നുള്ള അഭിപ്രായമാണ്. അതാണ് ഖുദരി പറയുന്നത് വസ്സഹീഹു മിൻഹുൽ ജവാസാണ്, ജായിസാണ്. അപ്പോൾ ഇവിടെ ഷാരിഹ് നമ്മളിവിടെ ഷറഹ് പറഞ്ഞത് എന്താ, വല അല ദാമന മാത്രം പറ്റില്ലായിരുന്നല്ലോ, അല്ല യൽസമൽ ഫസ്ലു മസ്തരിയ ഹർഫിൻ്റെ ഇടയിൽ അതിൻ്റെ സിലിൻ്റെ ഇടയിലും ഒരു ഫസ്ലില്ലാതിരിക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഖുദരി അവിടെ പറയുന്നത് എന്താണ്, ഖുദരി പറയുന്നത് കാണാം വല യദുറുൽ ഫസ്ലു ബൈനൽ ഹർഫിൽ മസ്തരി വസിലത്തിഹി, മസ്തരിയായ ഹർഫിൻ്റെ ഇടയിലും അതിൻ്റെ സിലിൻ്റെ ഇടയിലും ഫസ്ൽ ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടാണെന്നാൽ അന്നഹു ഗൈറു ആമിൻ, അത് ഗൈറാമിലാണ്. ഇവിടെ ആമിലല്ലോ എന്നാൽ ആമിലായതിനെതിരെ ബിഖിലാഫിൽ ആമിലാന്നതിനെതിരെ, കാരണം അവിടെ പറ്റൂല, ഫസ്ൽ പറ്റൂല എന്ന് ഖുദരി പറയുന്നുണ്ട്. കാരണം അവിടെ താല്ലുക്ക് ഷിദ്ദത്ത, ഇവിടെ എന്നുള്ളത് ഗൈറാമിലാണ്. അതുകൊണ്ട് തന്നെ ഈ എന്നുള്ള ഇവിടെ അമലില്ലല്ലോ. അപ്പോൾ ആ ഗൈറാമിലായ മസ്തരിയ ഹർഫിൻ്റെ സിലിൻ്റെ ഇടയിൽ ഫസ്ൽ പ്രശ്നമില്ല എന്നാണ് ഖുദരി അതിന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക്. വല അല ലൈസ, ലൈസൻ്റെ മേലും പറ്റൂല എന്നാ. വല അല ലൈസനെക്കാട്ടും മുന്താൻ പറ്റൂല അല്ല സഹി അസഹാഭിപ്രായത്തിൽ നിന്നാ ഖിയാസൻ അല അസ വ നിഅമൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ട്. അസാൻ്റെ ഖബർ മുന്തൂലാലോ, പറ്റൂ, ഇത്തിഫാഖാണല്ലോ. അപ്പോൾ അതിൻ്റെ മേൽ ഖിയാസാക്കി അസഹ അഭിപ്രായത്തിൽ ലൈസൻ്റെ മേലും ഖബർ മുന്താൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്നാൽ വ അജാസഹുൽ ഫാരിസിയു വബ്നു ഖൈറ, ഇബ്നു ഖൈറയും ഈ ഫാരിസി ഇമാമൊക്കെ അത് ജായിസാക്കിയിട്ടുണ്ട്, ലൈസനെക്കാളും ഖബർ മുന്താം. അവർ തെളിവ് പിടിച്ചത് മുഹ്തജ്ജൈനി, അവർ തന്നെ തെളിവ് പിടിക്കുന്നവരായ നിലയിൽ ബി ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലാണ് അവർ തെളിവ് പിടിച്ചത്. അതേതാ, അലാ യൗമ യഅ്തീഹിം ലൈസ മസ്റൂഫൻ അൻഹും എന്ന സൂറത്ത് ഹൂദിലെ 8. അപ്പോൾ ഇതിൻ്റെ തെളിവ് പിടിക്കുന്നവർക്ക് ഇതാണൊരു തെളിവ്. കാരണം മാമൂല് മുന്തി എന്നുള്ളത് വെച്ചാണ് അവർ പറയുന്നത്. ഇവിടെ മാമൂല് മുന്തി എന്നുള്ളത് വെച്ചാൽ അതാണ് അവിടെ എന്താ ഇപ്പോൾ അലാ യൗമ യഅ്തീഹിം ലൈസ മസ്റൂഫൻ, അവിടെ യൗമ എന്നുള്ളത് മഫ്ഊൽ ഫീഹി സർഫ് സമാനാണ്. അപ്പം അതിൻ്റെ മുതഅല്ലഖ് മസ്റൂഫാണല്ലോ, മസ്റൂഫാണ്. അപ്പം മസ്റൂഫാവട്ടെ ലൈസൻ്റെ ഖബറാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈസൻ്റെ ഖബറാണ് മസ്റൂഫ് എന്നുള്ളത്. അപ്പോൾ ആ മസ്റൂഫിൻ്റെ മാമൂലാണ് എന്ത്, ആ യൗമ എന്നുള്ളത്. അപ്പോൾ ഖബറിൻ്റെ മാമൂല് ലൈസനെക്കാട്ടി മുന്തിയല്ലോ, അതുകൊണ്ട് തന്നെ മാമൂല് മുന്തി എന്നുള്ളത് കൊണ്ട് തന്നെ ആമില് മുന്താൻ, അതിനെക്കാട്ടി മുന്താൻ അർഹനാണ് എന്നാണ്. ഇത് അവർക്ക് തെളിവുള്ളൂ സംഭവം. പക്ഷെ ഉജീബ് അതിന് മറുപടി പറയപ്പെട്ടു ബി അന്നൽ മുഖദ്ദമ ഫീഹി, അതിൽ മുന്തിക്കപ്പെട്ടത് സർഫാണ്. യൗമ സർഫാണല്ലോ. സർഫ് സർഫാകട്ടെ യതവസ്സൗ ഫീഹി, അതിൽ കുറച്ച് വിശാലത ഉണ്ടാവും. മാല യതവസ്സൗ ഫീ ഗൈരിഹി, അതല്ലാത്തതിൽ ഇല്ലാത്തതായ ഒരു വിശാലത ഇതിലുണ്ട്, സർഫിലുണ്ട്. സർഫിൽ ജാർ മജ്റൂറുണ്ടല്ലോ, അതാണ് പറയൽ പൊതുവെ പറയുന്നത്. വസ്സർഫു യതവസ്സൗ ഫീഹി സർഫ്, അതിൽ തവസ്സു ഒരു വിശാലത ഉണ്ടാവും. മാല യതവസ്സൗ ഫീ ഗൈരിഹി, അതല്ലാത്തതിൽ ഇല്ലാത്തതായ ഒരു തവസ്സു സർഫിലുണ്ടാവും എന്ന് മറുപടി പറയപ്പെട്ടു എന്നാണ്. ഇതിൽ ഖിലാഫുണ്ട്. നെഹ്വാനെ കൊണ്ട് ഇപ്പോൾ അസ്ഹല് നോക്കാം. ഏതായാലും ഇബ്നു അഖീൽ റഹ്മഹുല്ലാ അവിടെ പറയുന്നത് കാണാം അൽഫിയൻ്റെ ഷറഹിൽ, ഇഖ്തലഫൻ നഹ്വിയൂന ഫി ജവാസി തഖ്ദീമി ഖബരി ലൈസ അലൈഹ. വഖ്തലഫൻ നഹ്വിയൂന, നഹ്വിയങ്ങൾ ഖിലാഫായിട്ടുണ്ട്, ഇഖ്തിലാഫായിട്ടുണ്ട് ഫി ജവാസി തഖ്ദീമി ഖബരി ലൈസ, ലൈസാൻ്റെ ഖബർ മുന്തൽ ജായിസാകുന്ന വിഷയത്തിൽ അലൈഹ ലൈസനെക്കാളും. ഫദഹബൽ കൂഫിയൂന, കൂഫക്കാർ അഭിപ്രായവും വൽ മുബർരിദ് ഇമാമു സജ്ജാജ് ഇമാമു ഇബ്നു സറാജ് ഇവരൊക്കെ അക്സറുൽ മുതഅഖിരീങ്ങളൊക്കെ പറഞ്ഞത് വമിൻഹുമുൽ മുസന്നിഫ്, അതിൽപ്പെട്ടതാണ് മുസന്നിഫ് റഹ്മഹുല്ലാ ഇബ്നു മാലിക് ഇട്ട ഇലൽ മൻഇ, പറ്റൂല എന്ന അഭിപ്രായക്കാരനാണ്. ഇത് ഇബ്നു മാലിക് അതുകൊണ്ടാണ് അൽഫിയയിൽ അങ്ങനെ പറഞ്ഞത് വമൻഉ സബ്ഖി ഖാബരിൻ ലൈസസ്തുഫി എന്നുള്ളതാണ് ഇബ്നു മാലിക്. അതുകൊണ്ട് ഇബ്നു മാലിക് അഭിപ്രായം തിരഞ്ഞെടുത്തത്. എന്നാൽ ഇബ്നു അഖീൽ പറയുന്നു വദഹബ അബൂ അലിയിൽ ഫാരിസി വബ്നു ബുർഹാൻ ഇലൽ ജവാസ്, ഇവരൊക്കെ പോയത് ജായിസ എന്നുള്ളതാണ്. അപ്പോൾ ഫതഖുൽ ഇനി പറയും, നമുക്ക് എങ്ങനെ പറയാൻ അറിയോ, ഖായിമൻ ലൈസ സെയ്ദ് എന്നറിയാം, ഖായിമൻ ലൈസ സെയ്ദ് എന്ന് പറയാം. അപ്പോൾ പക്ഷേ ഇവിടെ ഇബ്നു അഖീൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, വലം യരിദ് മിൻ ലിസാനിൽ അറബിൽ നിന്ന് വന്നിട്ടില്ല തഖദ്ദുമു ഖബരിഹ, അതിൻ്റെ ഖബർ അലൈഹ ലൈസനെക്കാട്ടും മുന്തിച്ച് വന്നിട്ടില്ല.
മറിച്ച് വൈന്നമ വർദ്ധമിൻ ലിസാനിഹിം അവരുടെ ലിസാനിലൂടെ വന്നതെന്താ മാ ഒന്നാണ് സാഹിർ, അതിൻ്റെ സാഹിർ തഖദ്ദുമ മാമൂലി ഖബരിഹ, അതിൻ്റെ ഖബറിൻ്റെ മാമൂല് മുന്തി എന്നുള്ളതാണ് അലൈഹ ലൈസിനെക്കാളും. അതാണ് എല്ലാവരും തെളിവ് പിടിക്കൽ. കൗലിഹി തആല ലാ യൗമ യഅ്തീഹിം ലൈസ മസ്റൂഫൻ അൻഹും എന്നുള്ളത്. വബിഹാദ ഇതുകൊണ്ടാണ് ഇസ്തദല്ല മൻ അജാസ തഖ്ദീമ ഖബരിഹ അലൈഹ, ഇതുകൊണ്ടാണ് അവർ തെളിവ് പിടിച്ചത് മൻ അജാസ ജായിസ് ആക്കിയൊരു തഖ്ദീമ ഖബരിഹ അലൈഹ, ആ ലൈസാൻ്റെ ഖബർ അലൈഹ ലൈസനെക്കാട്ടും മുന്താന്ന് ജായിസ് ആക്കിയത് തെളിവ് പിടിച്ചത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു മറുപടി ഇങ്ങനെ വരും. കാരണം സർഫാണല്ലോ അത്, സർഫിൽ എന്താ വസർഫ് യതവസ്സഉ ഫീഹി മാ ലാ യതവസ്സഉ ഫീ ഗൈരിഹി എന്നല്ലേ, ആ നിലക്ക് മറുപടി പറയപ്പെട്ടു. അതാണ് ശാരിഹ് ഇവിടെ കുറിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയോടുകൂടി കഴിഞ്ഞു. അതാണ് ചുരുക്കം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.